ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ദ ചേഞ്ചിങ് എർത്തിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹസാർഡ് ആൻഡ് എ ഡിസാസ്റ്റർ? ഹസാർഡും ഡിസാസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ഹസാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനോ ഹാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ആണ്. അതേസമയം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഹസാർഡ് മൂലം നമുക്ക് എന്തെങ്കിലും ഡാമേജോ ലോസോ വരികയാണെങ്കിൽ അതിന് ഡിസാസ്റ്റർ ആക്കി കണക്കാക്കപ്പെടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡെസേർട്സിനകത്ത് ഒരു എർത്ത് വന്നു കഴിഞ്ഞാൽ അത് ഹസാർഡാണ്. കാരണം അവിടെ അത്രയ്ക്ക് ആരെയും അത് എഫക്ട് ചെയ്യില്ല. അതേസമയം ഇതേ എർത്ത് സിറ്റീസിൽ വരികയാണെങ്കിൽ സിറ്റീസിനകത്തുള്ള ബിൽഡിങ്സും അതുപോലെ ഫാക്ടറീസ് ഒക്കെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അത് വന്നിട്ട് അവിടെയുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വളരെയധികം ത്രെട്ടായി മാറും. അപ്പൊ അതിനെ നമ്മൾ ഡിസാസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A hazard is something that could cause harm, like an earthquake fault line. A disaster happens when the hazard actually causes damage and loss. If no one lives near the hazard, it may not cause a disaster. A disaster occurs when people cannot handle its effects. Question: what are diastrophic movements? Diastrophic movements പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ diastrophic movements എന്ന് പറയുന്നത് എർത്ത് ക്രസ്റ്റിൽ വരുന്ന സ്ലോ മൂവ്മെന്റ്സ് ആണ്. ഇത് എൻഡോജനിക് മൂവ്മെന്റിൽ വരുന്ന ഒരു ടൈപ്പ് ആണ്. ഡയോസ്ട്രോഫിക് മൂവ്മെന്റ്സിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എപ്പീരിയോജനിക് മൂവ്മെന്റ്, അതായത് കോണ്ടിനെന്റ് ഫോമിംഗ് മൂവ്മെന്റും മറ്റേത് ഓറോജനിക് മൂവ്മെന്റ്, അതായത് മൗണ്ടൻ ഫോമിംഗ് മൂവ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോസസ് വന്നിട്ട് പ്ലാറ്റ്യൂസ് മൗണ്ടൻസ് പോലെയുള്ള ലാൻഡ് ഫോംസ് ആണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ നമുക്ക് എഴുതാൻ നോക്കാം. ഡയോസ്ട്രോഫിക് മൂവ്മെന്റ്സ് ആർ സ്ലോ ലാർജ് സ്കെയിൽ മൂവ്മെന്റ്സ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. They include both epirogenic, that is continent forming, and orogenic, that is mountain forming movements. These processes build landforms like plateaus and mountains over millions of years. They are a type of endogenic movement. Question: what are the three ways to mitigate disasters caused by volcanoes? Volcanoes cause ചെയ്ത ഡിസാസ്റ്റേഴ്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 3 വേസ് ഏതൊക്കെയാണ്? ഇപ്പൊ വോൾക്കാനോസ് മൂലം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വോൾക്കാനോസ് ഇറപ്ഷനിൽ ഉണ്ടാകുന്ന സൈൻസ് മോണിറ്റർ ചെയ്തിട്ട് ഏർലി വാർണിംഗ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് വോൾക്കാനോസിന്റെ അടുത്തുള്ള ഹൈ റിസ്ക് ഏരിയാസിൽ ലാൻഡ് യൂസ് പ്ലാനിങ് യൂസ് ചെയ്തിട്ട് ഹോം കൺസ്ട്രക്ഷൻ റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ വന്നിട്ട് ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ലാവ ഫ്ലോസ് ആഷ് ഫോൾസ് പോലെയുള്ളവയൊക്കെ റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. അതുകൂടാതെ നമുക്ക് ജനങ്ങൾക്ക് ഇവാക്വേഷൻ റൂട്ട്സും അതുപോലെ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചിട്ടൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. We can monitor volcanoes for signs of eruption and issue early warnings. Land use planning can restrict construction of homes in high-risk areas near volcanoes. Buildings can be designed to resist ashfall and lava flows. Educating the public on evacuation routes and safety measures is also crucial. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: what is a tsunami warning sign we can observe at the coast? കോസ്റ്റിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട സുനാമി വാർണിംഗ് സൈൻ എന്താണ്? ഇപ്പൊ കോസ്റ്റിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട സുനാമി വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് ഇപ്പൊ കോസ്റ്റിലുള്ള സീ ലെവല് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നതാണ്. അതായത് ഇതിന് നമ്മൾ ഡ്രോബാക്ക് എന്ന് പറയാം. സീ ലെവല് ഡ്രോപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ സീ ഫ്ലോർ ഒക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വാർണിംഗ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹയർ ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യേണ്ടതാണ്. കാരണം ഈ സുനാമി വേവ്സ് ഈ ഒരു സിഗ്നൽ നമുക്ക് കിട്ടേണ്ട തൊട്ടടുത്ത് തന്നെയായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സിൽ തന്നെ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A key warning sign is a sudden and unusual drop in sea level. The sea may recede much farther than it does during a normal low tide. This is called a drawback and it exposes the sea floor. If we see this, we must immediately run to higher ground as a tsunami wave may arrive within minutes. Question: what is biological weathering? Biological weathering പറഞ്ഞാൽ എന്താണ്? ലിവിങ് ഓർഗാനിസം മൂലം റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ റൂട്ട്സ് വന്നിട്ട് ഈ റോക്സിന്റെ ഇടയിൽ കൂടെ പടരുകയും ആ റോക്സ് രണ്ടായിട്ട് ക്രാക്ക് ചെയ്യാൻ
ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ബറോയിങ് അനിമൽസ് ആയിട്ടുള്ള റാബിറ്റ്സ്, വേംസ് ഒക്കെ ഈ റോക്കിന്റെ ഇടയിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ റോക്ക് ഫ്രാഗ്മെന്റ്സിൽ മാറ്റങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ലിച്ചൻസ്, മോസസ് പോലെയുള്ള പ്ലാന്റ്സിലെ ഓർഗാനിസത്തിൽ നിന്നുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം റോക്ക് മിനറൽസ് അവിടെ ഡിസോൾവ് ആവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Biological weathering is the breakdown of rocks by living organisms. Plant roots can grow into cracks, forcing them apart. Burrowing animals like rabbits and worms can move rock fragments and expose them to other weathering. Chemicals produced by lichens and mosses can also dissolve rock minerals. Question: What are some of the main hazards in Kerala? കേരളയിലുള്ള മെയിൻ ഹസാർഡ്സിൽ ചിലത് ഏതൊക്കെയാണ്? ഇപ്പൊ കേരളയുടെ ജിയോഗ്രഫി കൊണ്ട് കേരളയിൽ തന്നെ കുറെ ഹസാർഡ്സ് ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. ഇപ്പൊ കോസ്റ്റൽ റീജിയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് സീ ഇൻകേർഷനും അതുപോലെ തന്നെ കോസ്റ്റൽ ഫ്ലഡിംഗ് ആണ്. അതേസമയം ഹില്ലി ആയിട്ടുള്ള ഈസ്റ്റേൺ റീജിയൻസ് എടുത്തു കഴിഞ്ഞാൽ, അത് വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ്സും അതുപോലെ തന്നെ ഡെബ്രീസ് ഫ്ലോസ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകൾക്ക് കോമൺ ആണ്. അപ്പൊ ഈ ഇവന്റ്സ് ഒക്കെ ട്രിഗർ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഹെവി മൺസൂൺ റെയിൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Due to its geography, Kerala is prone to several hazards. In the coastal regions, sea incursion or coastal flooding is a major issue. In the hilly eastern regions, that is Western Ghats, landslides and debris flows, that is Urulpottal, are common. Heavy monsoon rains often act as a trigger for these events. Question: What is sustainable development? Sustainable development പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ജനറേഷന്റെ ആവശ്യകതകൾ മീറ്റ് ചെയ്യുക എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് ബാലൻസിങ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനും അതുപോലെ സോഷ്യൽ ഇക്വിറ്റിയും എക്കണോമിക് വയബിലിറ്റിയൊക്കെയാണ്. അത് നേച്ചറുമായിട്ട് ഒരു ഹാർമോണിയിൽ ഹ്യൂമൻസിന് ജീവിക്കാനുള്ള ഒരു വഴിയാണ് ഇതിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ. It does so without compromising the ability of future generations to meet their own needs. It involves balancing environmental protection, social equity, and economic viability. It is about finding a way for humans to live in harmony with nature. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is the Richter scale? Richter scale പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ റിച്റ്റർ സ്കെയിൽ എന്ന് പറയുന്നത് എർത്ത്ക്വേക്കിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ്. ഇത് വന്നിട്ട് 1935 ചാൾസ് എഫ് റിച്ചർ ആണ് ഡെവലപ്പ് ചെയ്തത്. ഇപ്പൊ ഈ ഒരു സ്കെയിൽ വന്നിട്ട് ലോഗരിതമിക് ആണ്. അതായത് ഹോൾ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് മെഷർ ചെയ്ത ആംപ്ലിറ്റ്യൂഡിന്റെ 10-fold ഇൻക്രീസ് ആണ്. അതായത് ഇപ്പോൾ ഒരു മാഗ്നിറ്റ്യൂഡ് 6 എർത്ത്ക്വേക്ക് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ട് മാഗ്നിറ്റ്യൂഡ് 5-നേക്കാളും 10 times സ്ട്രോങ്ങർ ആയിരിക്കും. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Richter scale is a scale used to measure the magnitude or strength of an earthquake. It was developed by Charles F. Richter in 1935. The scale is logarithmic, meaning a whole number increase represents a 10-fold increase in measured amplitude. For example, a magnitude 6 earthquake is 10 times stronger than a magnitude 5. Question: What is a crater of volcano? വോൾക്കാനോയിലെ ക്രേറ്റർ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ക്രേറ്റർ എന്ന് പറയുന്നത് വോൾക്കാനോയുടെ ടോപ്പിൽ കാണുന്ന ബൗൾ ഷേപ്ഡ് ഡിപ്രഷൻ ആണ്. ഇത് ഫോം ചെയ്യുന്നത് ഗ്യാസസോ അല്ലെങ്കിൽ ലാവയുടെ എക്സ്പ്ലോസീവ് ഇറപ്ഷൻ മൂലമാണ്. ചില വോൾക്കാനോസിന്റെ ക്രേറ്റേഴ്സ് വന്നിട്ട് വളരെ ലാർജ് ആയിരിക്കും. അതിനെ കാൾഡിറാസ് എന്നാണ് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്നത് ഇറപ്ഷന് ശേഷം വോൾക്കാന കൊളാപ്സ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. A crater is a bowl-shaped depression at the top of a volcano. It is formed by the explosive eruption of gases and lava. The main vent of the volcano is located at the bottom of the crater. Some volcanoes have large craters called calderas, formed when the volcano collapses after an eruption. Question: How can weathering be beneficial to humans? എങ്ങനെയാണ് വെതറിങ് ഹ്യൂമൻസിന് ബെനിഫിഷ്യൽ ആവുന്നത്? ഇപ്പൊ വെതറിങ് എന്ന് പറയുന്നത് സോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൈമറി പ്രോസസ്സാണ്. ഇത് അഗ്രികൾച്ചറിന് വളരെയധികം എസെൻഷ്യൽ ആണ്. അപ്പൊ ഈ വെതറിങ് മൂലം റോക്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മൈനിങ്ങും അതുപോലെ കോറിങ്ങും ഒക്കെ വളരെയധികം ഈസിയർ ആവുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഈ ഒരു പ്രോസസ്സ് വന്നിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള മിനറൽസിനെ ഒരു പ്ലേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതിന് എൻറിച്ച്മെന്റ് എന്നാണ് പറയുന്നത്.
പിന്നെ ഈ വെതറിങ് വന്നിട്ട് നമ്മുടെ അയേൺ, അലുമിനിയം പോലെയുള്ള മിനറൽസ് എക്സ്ട്രാക്ഷനും വളരെയധികം എക്കണോമിക്കൽ ആക്കുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. Weathering is the primary process that creates soil, which is essential for agriculture. It breaks down rocks, making mining and quarrying easier. The process can also concentrate valuable minerals in one place, a process called enrichment. This makes the extraction of minerals like iron and aluminium more economical. Question: What are some causes of landslides in Kerala? കേരളത്തിൽ landslides ഉണ്ടാവാനുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടാവാൻ നാച്ചുറൽ കോസസും ഉണ്ട്, അതേസമയം ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഉണ്ട്. ഇപ്പൊ നാച്ചുറൽ കോസസിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്സ്, ഹെവി റെയിൻഫോൾ, എർത്ത് ഒക്കെയാണ്. അതേസമയം ഹ്യൂമൻ ആക്ടിവിറ്റീസ് പറയുന്നത് സ്ലോപ്സിനകത്തുള്ള അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ, അതുപോലെ ഡീഫോറസ്റ്റേഷൻ, കോറിങ് ഒക്കെയാണ്. അത് മാത്രമല്ല സ്ട്രീംസിന്റെ ഒക്കെ നാച്ചുറൽ ഫ്ലോ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലാൻഡ് സ്ലൈഡ്സിന് വളരെയധികം ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Natural causes include steep slopes, heavy rainfall, and earthquakes. Human activities also contribute significantly. These include unscientific construction on slopes, deforestation, and quarrying. Blocking the natural flow of streams can also increase the risk. Subscribe to this channel for more videos like this. Question: What is the Pacific Ring of Fire? Pacific Ring of Fire പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യന്റെ ബേസിനിൽ വരുന്ന മേജർ ഏരിയ ആണ്. അപ്പൊ ഇവിടെയാണ് കൂടുതലായിട്ട് എർത്ത് വോൾക്കാനോസ് ഒക്കെ ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഒരു 40,000 കിലോമീറ്റർ ലോങ് ഉള്ള ഹോസ് ഷേപ്ഡ് റിംഗ് ആണ്. ഇവിടെയാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Pacific Ring of Fire is a major area in the basin of Pacific Ocean. A large number of earthquakes, volcanic eruptions occur here. It is a 40,000 kilometer long horseshoe-shaped ring where several tectonic plates meet. About 90% of the world's earthquakes happen along this ring. Question: How can we prepare for an earthquake? Earthquake-നായിട്ട് നമ്മൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? ഇപ്പൊ എർത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ വാൾസിന്റെ അടുത്ത് സെക്യൂർ ആയിട്ട് ഒരു ഹെവി ഫർണിച്ചർ പ്ലേസ് ചെയ്തിരിക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ വോള് നമ്മുടെ മേലെ വീഴാതിരിക്കാനാണ്. പിന്നെ ഫാമിലീസിന്റെ കയ്യിൽ ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു എമർജൻസി കിറ്റും ഉണ്ടായിരിക്കണം. ഈ കിറ്റിനകത്ത് വാട്ടർ, ഫുഡ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റും അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റും മസ്റ്റ് ആയിട്ട് കരുതിയിരിക്കണം. ഇപ്പൊ എർത്ത് സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ താഴെ പോയിരുന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. We should secure heavy furniture to walls to prevent it from falling. Families should have a disaster plan and an emergency kit. The kit should include water, food, first aid kit, and a flashlight. During an earthquake, drop to the ground, take cover under a steady object, and hold on. Question: What are convection current? How do convection currents occur? Convection current പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് convection current occur ചെയ്യുന്നത്? ഇപ്പൊ തെർമൽ വേരിയേഷൻ മൂലം മാൻഡിലിനകത്തുള്ള മാഗ്മയുടെ കണ്ടിന്യൂസ് സൈക്ലിക് മൂവ്മെന്റ് ആണ് കൺവെൻഷൻ കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തെർമൽ വേരിയേഷൻ മൂലം മാൻഡിലിനകത്തുള്ള മാഗ്മ ഹീറ്റ് ആവുകയും അത് ക്രസ്റ്റിലോട്ട് അപ്വാർഡ് മൂവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി ക്രസ്റ്റിൽ എത്തുന്ന സമയത്ത് അത് കൂളാവുകയും തിരിച്ച് സിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The continuous cyclic movements of the magma in the mantle driven by thermal variations is called convection currents. Due to this thermal variation, magma in the mantle gets heated and moves upward towards the crust. As it nears the crust, it cools and sinks back down. Question: What is meant by volcanism? Volcanism പറഞ്ഞാൽ എന്താണ്? വോൾക്കാനിസം പറയുന്ന ഒരു പ്രോസസ് ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് മാഗ്മയുടെ ഫോർമേഷൻ, അതുപോലെ തന്നെ മാഗ്മയുടെ മൂവ്മെന്റ്, പിന്നെ ഇറപ്ഷൻ, ലാവ ഫ്ലോ മൂലം ഉണ്ടാവുന്ന എക്സ്പ്ലോഷൻസ്, മാഗ്മയുടെ സോൾഡിഫിക്കേഷൻ, അതുപോലെ മറ്റു അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് മൂലമാണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Volcanism is the process that includes the formation of magma, the movement of magma and other pyroclastic materials toward the surface, their eruption through holes and cracks in the lithosphere, explosions caused by the eruption, lava flow, solidification of magma, the formation of various igneous landforms, and all other associated processes. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.